ഇത് പബ്ലിക് പ്ലേസ് ആയിരിക്കാം, പക്ഷെ നീ ഇപ്പൊ സംസാരിക്കുന്നത് എന്നോടാ. അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കാതെ പോവാൻ നോക്ക്. ഒരാള് വന്ന് സംസാരിച്ചാ അവരോട് തിരിച്ച് മാന്യമായി പെരുമാറണം. അതാണ് അന്തസ്. എന്തായാലും എല്ലാരും കൂടി പുറത്തിറങ്ങിയ എന്തായാലും നല്ല സൂപ്പർ ഫുഡായിരുന്നു അല്ലേ? നമ്മൾ ഇവിടെ തന്നെ വന്നത് നന്നായി. ഇടയ്ക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുന്ന രസമുള്ള കാര്യോ? പൂർണിമ ചേച്ചിക്ക് എന്താ പറ്റിയേ? ഇങ്ങോട്ട് വന്നപ്പോഴുള്ള സന്തോഷം ഇപ്പൊ മുഖത്തില്ലല്ലോ. അത് അശ്വി പറഞ്ഞത് ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങക്ക് വെറുതെ തോന്നുന്നതാ. വെറുതെ ഒന്നുമല്ല, എന്തോ കാര്യമുണ്ട്. ഇതാ എന്റെ കൺമുന്നിൽ ഞാനും പൂർണിമയും സഞ്ജയും ഒന്നിച്ചുണ്ടായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും നടന്നില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. പൂർണിമയ്ക്കൊരു പണി കൊടുക്കാം. സഞ്ജയ് വാ, നമുക്ക് അവിടെ പോയിരിക്കാം. എന്തിന്? ഞാനില്ല. എന്താ സിഇഒ പറഞ്ഞ അനുസരിക്കില്ലേ? താര, ഇത് കുറച്ച് ഓവറാണ്. കുറച്ച് ഓവറായാലേ ആൾക്കാര് ശ്രദ്ധിക്കുള്ളൂ. വാ, നമുക്കേ അപ്പുറത്ത് പോയിരിക്കാം. വാ. പിടിക്ക് സഞ്ജയ്. വാടോ. ദാ. വാ. താര, നമുക്കിവിടെ ഇരിക്കാം. ഇരിക്കെ. ഇതേതായാലും കൊള്ളാം. ഇപ്പൊ പൂർണിമയുടെ നെഞ്ചിൽ തീയായിരിക്കും. മോളെ, സത്യത്തിൽ ഞാനിന്ന് നല്ല തിരക്കിലായിരുന്നു സഞ്ജയ്. പക്ഷേ സഞ്ജയ് വരാൻ പറഞ്ഞാ ഞാൻ എല്ലാ തിരക്കും മാറ്റിവെച്ച് വരും. ഹായ് പൂർണിമ.
ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. നിങ്ങൾ എപ്പോഴാ വന്നേ? സഞ്ജയ് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നപ്പോ നിങ്ങളെ എല്ലാം കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതിന് ഞങ്ങൾക്കെന്താ? എന്തിനു നീ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നേ? അതെന്താ അങ്കിളെ അങ്ങനെ പറയുന്നത്? എന്തൊക്കെ വന്നാലും സഞ്ജയ് നിങ്ങളുടെ വീട്ടിലൊരാളായിരുന്നില്ലേ? ഓഹോ, ദേ വേണ്ട, വെറുതെ ഇഷ്യൂ ഉണ്ടാക്കാൻ വരണ്ട. നീ പറ പൂർണിമേ, സഞ്ജയ്ക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിന് നീ വരില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ സമയം കളയാറില്ല. നീ വെറുതെ ഇവിടെ നിന്ന് ഇഷ്യൂസ് ഉണ്ടാക്കാതെ ഇവിടുന്ന് പോവാൻ നോക്ക്. വേണ്ട പൂർണിമേ, നിന്റെ ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇത് നിന്റെ വീടല്ല, പബ്ലിക് പ്ലേസാ. ഇവിടെ ആർക്ക് എവിടെ വേണമെങ്കിലും നിക്കാം. ഇത് പബ്ലിക് പ്ലേസ് ആയിരിക്കാം, പക്ഷെ നീ ഇപ്പൊ സംസാരിക്കുന്നത് എന്നോടാ. അത് വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്. വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കാതെ പോവാൻ നോക്ക്. ഒരാള് വന്ന് സംസാരിച്ചാ അവരോട് തിരിച്ച് മാന്യമായി പെരുമാറണം. അതാണ് അന്തസ്. അതുപോലും അറിയാത്ത നീ എങ്ങനെയാ ഒരു ചാനൽ നടത്തുന്നേ? നിർത്തുതാരാ, മതി, വാ പോവാം. എന്റെ സഞ്ജയ്, നീ എങ്ങനെ ഇവളുടെ കൂടെ ജീവിച്ചത്? ഭാഗ്യം, നീ രക്ഷപ്പെട്ടല്ലോ. മതിയെന്ന് പറഞ്ഞില്ലേ താരാ, വാ പോവാം. എങ്കിൽ ശരി, വീണ്ടും കാണാം. വാ സഞ്ജയ്. ഇവളാരാന്ന് അവളുടെ വിചാരം? ഒരു പൂർണിമ വന്നിരിക്കുന്നു. താര പ്ലീസ്, നീ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വേണ്ട. ദൈവത്തെ ഓർത്ത് നീ ഇവിടുന്ന് പോ. എന്താ സഞ്ജയ്, തന്റെ മുൻ ഭാര്യയ്ക്ക് ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് തനിക്ക് പേടിയാണോ? നീ കാരണം അവൾക്കല്ല, അവള് കാരണം നിനക്കാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. നിനക്ക് പൂർണ്ണമേ അറിയില്ല. താര പ്ലീസ്, നീ ചെല്ല്, നമുക്ക് നാളെ സംസാരിക്കാം. പൂർണിമയെ പേടിച്ചൊളിച്ചോടാൻ ഈ താര ഒരു ഭീരുവല്ല. ഓഹ്, എനിക്ക് വേണ്ടി പ്ലീസ് പോ, ഒന്ന് ചെല്ലേ, പോ. ഛെ.